ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ എല്ലാം വീടുകളിൽ എങ്ങനെ ഐശ്വര്യവും സമാധാനവും നിലനിർത്താൻ സാധിക്കുമെന്നാണ്. എല്ലാം ഉണ്ടായിട്ടും സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യമുള്ളത്? വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിന് പല ചിത്രങ്ങളും വിഗ്രഹങ്ങളും നാം ഏവരും വീടുകളിൽ വെച്ച് ആരാധിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഉത്തമമായ ചിത്രമാണ് ശിവകുടുംബ ചിത്രം. ഈ വീഡിയോ കേൾക്കുന്ന ഒരുവിധം ആളുകളുടെ വീടുകളിലെല്ലാം ഈ ചിത്രം ഉണ്ടായിരിക്കും. ഇല്ലാത്തവർ ഈ ഒരു ചിത്രം വാങ്ങി വീടുകൾ പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുക. ഈ ചിത്രം വയ്ക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ ജീവിതം കൈവരുമോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവും. ഒരു നിമിഷം ആ ശിവകുടുംബ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. പ്രകൃതിയിൽ അന്യോന്യം ആക്രമിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന പക്ഷി മൃഗാദികളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബത്തിൽ സന്തോഷത്തോടെ കഴിയുന്നു എന്ന് തന്നെയല്ലേ ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? അതുതന്നെയല്ലേ നമുക്ക് ഏവർക്കും കുടുംബത്തിലും വേണ്ടത്? വ്യത്യസ്ത ചിന്താഗതികളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒരു കുടുംബത്തിലുണ്ടാവാം. ഇതെല്ലാം ഒരുമിച്ച് ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ ഈ കുടുംബചിത്രം കൊണ്ട് സാധ്യമാവുമോ? അതാണ്, കുടുംബചിത്രം വെച്ചാൽ മാത്രം പോരാ കേട്ടോ. ഈ കുടുംബചിത്രത്തെ മനസ്സറിഞ്ഞ് വന്ദിച്ച് ഒരു 4 വരി ശ്ലോകം നിത്യവും 3 തവണ ആർക്ക് വേണമെങ്കിലും ജപിക്കാം. പണ്ടൊക്കെ വീടുകളിൽ നാമജപം ഒരു പതിവായിരുന്നു. ഇന്നത് ഒരുവിധം വീടുകളിലൊന്നും കാണാനില്ല. എന്നാൽ ചില വീടുകളിലുണ്ട് താനും. സമയക്കുറവ് മൂലമാണ്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. സമയക്കുറവാണ് എല്ലാവർക്കും. സമയമുള്ളവർ വീടിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഈ ഒരു 4 വരി ശ്ലോകം ഒന്ന് ജപിച്ചു നോക്കൂ. അമ്മമാർക്കാവാമല്ലോ, ജോലി തിരക്കില്ലാത്ത അമ്മമാർക്കാവാം, ഇപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും ആവാം. ഇത് ജപിക്കാൻ ഒരു 2-3 മിനിറ്റ് മതി. എന്തായാലും രാവിലെ വിളക്ക് വയ്ക്കുന്നവരാണല്ലോ ഒരുവിധം അമ്മമാരെല്ലാം. വിളക്ക് വെച്ചതിന് ശേഷമല്ലേ ഒരുവിധം ആളുകളെല്ലാം ജോലിക്ക് പോകുള്ളൂ. ഇനി രാവിലെ സമയമില്ല എങ്കിൽ വൈകിട്ടാവാം. ഇന്ന സമയമൊന്നും ഈ ശ്ലോകത്തിനില്ല. കുടുംബത്തിൽ സമാധാനമാണ് പ്രധാനം. അമ്മമാരെ പറഞ്ഞു എന്ന് മാത്രം അച്ഛന്മാർക്കും ചെയ്യാം. ഈ ശ്ലോകം ജപിക്കാം. സമയമുള്ള അച്ഛന്മാർക്കും ജപിക്കാം. വീട്ടിൽ ഐശ്വര്യവും സമാധാനം വരേണ്ടത് അമ്മയുടെയും അച്ഛൻ്റെയും ഉത്തരവാദിത്തമാണല്ലോ. മഹാദേവനെയും പാർവതീദേവിയെയും മുരുകനെയും ഗണപതിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യവും സമാധാനവും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യവും 3 തവണ ഈ ശ്ലോകം ജപിച്ചോളൂ. ഇതാണ് ആ ശിവകുടുംബ ധ്യാന ശ്ലോകം. വന്ദേ ഗിരീശം ഗിരിജാസമേതം കൈലാസശൈലേന്ദ്ര ഗുഹാഗൃഹസ്ഥം അംഗേ നിഷണ്ണേന വിനായകേന സ്കന്ദന ചാത്യന്ത സുഖായമാനം.